വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള 7ാമത്തെ പ്രമേയമായ വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം എന്ന പാഠത്തിലെ ഒരു പാഠഭാഗമായിട്ടുള്ള രായന്മാർ നായകന്മാർ എന്നൊരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ വിജയനഗരത്തെക്കുറിച്ചും അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിലെ രാജവംശങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട രാജാവിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ രായന്മാർ എന്ന് പറഞ്ഞ് നമുക്കറിയാം, വിജയനഗരത്തിലെ രാജാക്കന്മാരെ അവർ വിളിക്കുന്ന പേരാണ് രായന്മാർ എന്ന് പറയുന്നത്. അതുപോലെ നായകന്മാർ. അപ്പോൾ രായന്മാർ നായകന്മാർ എന്ന ചെറിയ ടോപ്പിക്ക് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികൾക്ക് വിപുലമായ അധികാരങ്ങളുണ്ടായിരുന്നു, വലിയ അധികാരങ്ങളുണ്ടായിരുന്നു. അവർക്ക് വളരെ അധികം അധികാരങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരാണ് രാജാവിൻ്റെ കോട്ടകൾ നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ പലപ്പോഴും ഒരു പ്രദേശങ്ങളിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അവരെ ഈ കർഷകർ പിന്തുടർന്നിരുന്നു എന്നാണ് പറയുന്നത്. അവർ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരുന്നു എന്ന് പറയാനുള്ള കാരണം, ഈ വിജയനഗരത്തിലെ രാജാക്കന്മാർ അവരുടെ അധികാരം ഈ സൈനിക മേധാവികളിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ സ്ഥലം മാറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കും ഇവർ ഒരു പ്രദേശത്ത് നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിരുന്നെന്ന് പറയുന്നത്. ഇവരെ കർഷകർ അനുഗമിച്ചിരുന്നു എന്ന് പറയുന്നു. കാരണം ഫലഭൂഷ്ടമായിട്ടുള്ള കൃഷിസ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്ന കർഷകർ ഇവരെ അനുകൂലിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവരെ അനുഗമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളായിരുന്നു. ഇവർ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ അധികാരങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നൊരു വിഭാഗമായിരുന്നു. എന്നിരുന്നാലും ചില സമയങ്ങളിലൊക്കെ ഇവർ ഈ രാജാക്കന്മാർക്കെതിരെ കലാപങ്ങൾ നയിച്ചിരുന്നു. എന്നാൽ രാജാക്കന്മാർ അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ അടിച്ചമർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതാണ് ഇവരുടെ ഈ സൈനിക മേധാവികളെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഈ അമര നായക സമ്പ്രദായം എന്നൊരു സമ്പ്രദായം ഈ വിജയനഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. അമരനായകന്മാർ, അതായത് അത് ഈ സുൽത്താൻ ഭരണത്തിലെ ഇക്ത സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സവിശേഷതകളൊരു സമ്പ്രദായമാണ് അമര നായക സമ്പ്രദായം എന്ന് പറയുന്നത്. അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ഈ സൈനിക മേധാവികൾക്ക് ചില പ്രദേശങ്ങൾ ഭരണം നടത്താൻ വേണ്ടി നൽകിയിരുന്നു. അത്തരം പ്രദേശങ്ങളെ അമര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ അമര പ്രദേശങ്ങളിൽ ഭരണം നടത്തിയിരുന്ന ഈ സൈനിക മേധാവികളെ പറയുന്ന പേരാണ് അമരനായകന്മാർ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആദ്യം തന്നെ പറയുന്ന പേരായിരുന്നു നായകന്മാർ എന്നുള്ളത്. പിന്നെ ഈ അമര എന്നുള്ള ആ പ്രദേശം അവർ ഭരണം നടത്തിയത് കൊണ്ട് അവരെ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പ്രദേശങ്ങളിൽ നികുതി പിരിക്കുന്നതിനും കരം പിരിക്കുന്നതിനുമുള്ള അധികാരം രാജാക്കന്മാർ ഇവർക്ക് നൽകിയിരുന്നു. ഇവർ ഈ സൈനിക മേധാവികൾ അവിടുത്തെ കർഷകരിൽ നിന്നും അതുപോലെ തന്നെ കൈവേലക്കാരിൽ നിന്നും അതുപോലെ തന്നെ വ്യാപാരികളിൽ നിന്നും നികുതി പിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമരനായകന്മാർ ഉപയോഗിച്ചിരുന്നത്. ഈ അമരനായകന്മാർ എന്ന് പറഞ്ഞാൽ ഈ സൈനിക മേധാവികൾ. അതിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ ഇവർ ആനകളെയും അതുപോലെ തന്നെ കുതിരകളെയും നിലനിർത്തുന്നതിന് വേണ്ടി, അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ആ പണം ചിലവഴിച്ചിരുന്നു. കാരണം രാജാവിന് വേണ്ടിയിട്ടുള്ള സൈനികപരമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഈ അമരനായകന്മാരായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട കുതിരകളെയൊക്കെ ഇവരാണ്
പിന്നെ തീറ്റിപ്പോറ്റി ചെയ്യുന്നത്. അപ്പോൾ അതിന് നിശ്ചിത പിന്നെ ഒരു ചെലവ് അവരിതിൽ നിന്ന് വഹിച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ക്ഷേത്ര പരിപാലനത്തിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ജലസേചനത്തിന് വേണ്ടിയിട്ടും അവർ ഈ തുക വിനിയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ജലസേചനം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം, അവിടെ ജലദൗർലഭ്യമുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പം ജലസേചനം വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവരെക്കുറിച്ച് പിന്നെ സൈന്യാധിപന്മാരെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർ സൈനിക സഹായങ്ങൾ രാജാക്കന്മാർക്ക് ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാർ ഈ സൈനിക മേധാവികൾക്ക് ഒരു നിശ്ചിത പ്രദേശങ്ങൾ ഭരിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് രാജാവിന് ഇവർ വർഷം തോറും കപ്പം കൊടുത്തിരുന്നു എന്ന് പറയുന്നു. കപ്പം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക കൊടുക്കുക. കാരണം രാജാവ് ഇത്തരം ഒരു പ്രദേശം ഇവർക്കായിട്ട് വിട്ടുകൊടുത്തതിൻ്റെ ഒരു നന്ദി അറിയിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ സൈനിക മേധാവികൾ പിന്നെ വർഷങ്ങളിൽ പല പ്രാവശ്യങ്ങളായിട്ട് ഈ പിന്നെ രാജാക്കന്മാരെ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിക്കുന്ന സമയത്ത് വലിയ സമ്മാനങ്ങൾ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ രാജാവിനോടുള്ള അവരുടെ കൂറ് കാണിക്കാൻ വേണ്ടിയാണ്, കൂറ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലോയാലിറ്റി, വിശ്വസ്തത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് കൊടുത്തിരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 17 നൂറ്റാണ്ട് ആയപ്പോഴേക്കും ഈ സൈന്യാധിപന്മാർ, ഈ സൈനിക മേധാവികൾ ശക്തി ആർജിച്ചു. അത് വലിയ സ്ട്രോങ് ആയിട്ട് മാറി. ആ സ്ട്രോങ് ആയിട്ട് മാറിയതോടുകൂടി എന്ത് ചെയ്തു, ഇവർ ഈ രാജാക്കന്മാർക്ക് ഭീഷണിയായിട്ട് മാറി എന്നുള്ളതാണ്. കാരണം രാജാക്കന്മാർക്കെതിരെ പല കലാപങ്ങളും ഇവർ നയിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഇവർ പല സ്വതന്ത്ര രാജ്യങ്ങൾ സ്ഥാപിച്ചു. അതുവരെ ഈ രാജാക്കന്മാരുടെ കീഴിൽ അവരുടെ അധികാരങ്ങൾ പിന്നെ സമ്മതിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അവർ പോയിരുന്നത്. എന്നാൽ അവസാനം എന്ത് ചെയ്തു, ഇവർ രാജാക്കന്മാരെക്കാളും ശക്തി പ്രാപിച്ചതോടുകൂടി അവർ ചില സ്വതന്ത്ര രാജ്യങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഈ സ്വതന്ത്ര രാജ്യങ്ങൾ സ്ഥാപിച്ചത് ഈ വിജയനഗരത്തിൻ്റെ അധപതനത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഈ പിന്നെ രായന്മാരും അതുപോലെ നായകന്മാരും എന്ന ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് യവനൻ എന്ന പദത്തെക്കുറിച്ചാണ്. യവനൻ എന്ന പദം ഒരു സംസ്കൃത പദമാണ്. യവനൻ എന്നുള്ള പദം അത് വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് വന്ന ഗ്രീക്കുകാരെയും മറ്റ് ജനങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ് യവനൻ എന്നുള്ള പദം. അതായത് നമ്മുടെ ലോകത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും ഈ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നിട്ടുള്ള ഗ്രീക്കുകാരെയും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളെയും സൂചിപ്പിക്കുന്ന പദമാണ് യവനൻ. അതൊരു സംസ്കൃത പദമാണ്. അതുപോലെ മറ്റൊരു പദമാണ്, ഒരു സംസ്കൃത പദമാണ് അമര. സമര എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് അമര എന്നുള്ള പദം. ഈ സമര എന്ന പദത്തിൻ്റെ അർത്ഥം യുദ്ധം എന്നാണ്. അപ്പോൾ ഈ സമര എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുതിരിഞ്ഞു വന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അമര എന്നുള്ള പദം. നമുക്കറിയാം അമര നായകന്മാർ എന്ന് പറഞ്ഞിട്ടില്ല, അതെ, ആ അമര എന്നുള്ള പദം. അതുപോലെ തന്നെ ഈ അമര എന്ന പദത്തിന് പിന്നെ ആ പദത്തോട് സാമ്യമുള്ള മറ്റൊരു പദമാണ് ഈ ഉയർന്ന പ്രഭു എന്ന പേർഷ്യൻ ഭാഷയിൽ അർത്ഥം വരുന്ന അമീർ എന്ന പദത്തിന് ഈ അമര എന്ന പദവുമായി സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം പേർഷ്യൻ പദമായിട്ടുള്ള ഉയർന്ന പ്രഭു എന്ന അർത്ഥം വരുന്ന അമീർ എന്ന പദവുമായിട്ടും ഈ അമര എന്ന പദത്തിന് സാമ്യമുണ്ട്. അതുപോലെ അമര എന്നുള്ള പദം സംസ്കൃതത്തിലെ സമര എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിജയനഗരം തലസ്ഥാനവും അതിൻ്റെ പരിസരവും. ഇനി വിജയനഗരത്തിൻ്റെ പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണ്. എന്താ വിജയനഗരം എന്നുള്ളത്? വിജയനഗരം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു നഗരമാണ്. ആ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു നഗരങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് വിദേശ സഞ്ചാരികൾ അവരുടെ കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത്. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള, നമുക്കറിയാം ഒരുപാട് വളരെ മനോഹരമായ കെട്ടിടങ്ങൾ ഈ പിന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ, കൃഷ്ണദേവരായർ പോലുള്ള പ്രഗത്ഭരായിട്ട് രാജാക്കന്മാർ നിർമ്മിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ക്ഷേത്രങ്ങൾ, ഗോപുരങ്ങളോട് കൂടിയ വലിയ ക്ഷേത്രങ്ങൾ. നമുക്കറിയാം തഞ്ചാവൂർ ഉള്ള ഒരു ബൃഹദീശ്വര എന്നുള്ള ഒരു ക്ഷേത്രം, അതിൻ്റെ പിന്നെ അതിൻ്റെ എന്താ പറയുക,
അതിനെ വളരെ ശ്രദ്ധിക്കുന്ന ഭാഗം ഗോപുരമാണ്. അതിൻ്റെ വലിയ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഗോപുരങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ മനോഹരമായ വീടുകളുണ്ട്, അതുപോലെ തടാകങ്ങളുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരമായിരുന്നു വിജയനഗരം എന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അതിൻ്റെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള നിരവധി എഴുത്തുകാരുണ്ട്. അതുപോലെ അതിൽപ്പെട്ട ഒരു എഴുത്തുകാരാണ് അല്ലെങ്കിൽ ഒരു വിദേശ സഞ്ചാരിയാണ് ഇറ്റലിക്കാരനായിട്ടുള്ള നിക്കോളോ ഡി കോണ്ടി എന്ന് പറയുന്ന ആൾ. നിക്കോളോ ഡി കോണ്ടി അദ്ദേഹം വിജയനഗരത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് വളരെയധികം വർണ്ണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അഫനാസി നികിതൻ എന്ന് പറയുന്ന ഒരു റഷ്യക്കാരനായിട്ടുള്ളൊരു വിദേശ സഞ്ചാരി. അദ്ദേഹം വളരെയധികം മനോഹരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫനാസി നികിതൻ. അതുപോലെ തന്നെ അദ്ദേഹം റഷ്യക്കാരനാണ്. അതുപോലെ തന്നെ പേർഷ്യക്കാരനായിട്ടുള്ള അബ്ദുൾ റസാഖ്. ഇവരുടെയൊക്കെ സഞ്ചാരക്കുറിപ്പുകളിൽ ഇതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് വളരെയധികം പ്രകീർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയനഗര കൊട്ടാരങ്ങളിൽ ഉപയോഗിച്ച പാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർണ്ണ നിർമ്മിതികളായിട്ടുള്ള അല്ലെങ്കിൽ വെള്ളി കൊണ്ടും സ്വർണ്ണങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ പാത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വലിയ പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു, വലിയ തടാകങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജലനിർഗമന കുഴലുകളൊക്കെ ഉണ്ടായിരുന്നു, ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഡോമിംഗോ പയസ് എന്നുള്ള സഞ്ചാരി പറയുന്നുണ്ട്, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്തത്ര ദൂരത്തിൽ വ്യാപിച്ചു കിടന്ന ഒരു നഗരമായിരുന്നു. 6 നാഴികയോളം വ്യാപിച്ചു കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ കോട്ടകൾ, പർവ്വതങ്ങളോളം ഉയരമുള്ള കോട്ടകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വളരെ അധികം മനോഹരമായിട്ടുള്ള ഒരു നഗരമായിരുന്നു. റോമാ നഗരത്തെ പോലും തുലനപ്പെടുത്തിയിട്ടുള്ള വളരെ ഭംഗിയുള്ള നഗരമായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ഈ വിജയനഗരത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അതിൻ്റെ ജലസംഭരണിയെക്കുറിച്ച് പറയാം. വാട്ടർ റിസോഴ്സ്. ഈ നഗരം ഒരു വരണ്ട പ്രദേശത്താണ്, വെള്ളമൊന്നും ലഭിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാക്കന്മാർക്കൊക്കെ ഈ ജലം സംഭരിക്കുന്നതിലും അതുപോലെ തന്നെ ജലവിതരണത്തിലും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അവർ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വലിയ വലിയ സംഭരണികളൊക്കെ സ്ഥാപിച്ചിരുന്നു, വലിയ തടാകങ്ങൾ നിർമ്മിച്ചിരുന്നു, വലിയ കുളങ്ങൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ മഴവെള്ളമൊക്കെ സംഭരിച്ച് അവർ നഗരത്തിലേക്ക് അത് ഒഴുക്കിയിരുന്നു, വലിയ കനാലുകളൊക്കെ നിർമ്മിച്ചിരുന്നു. കാരണം അവിടെ വെള്ളം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് അതിൻ്റെ വരുമാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൃഷിക്ക് വളരെ ആവശ്യമുള്ള ഒന്നാണ് ജലസേചനം അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത്. ഇനി അവർ നിർമ്മിച്ച കുളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുളമാണ് കമലാപുരം കുളമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഹിരിയ എന്ന് പറയുന്ന ചില കനാലുകൾ നിർമ്മിച്ചിരുന്നു. തുംഗഭദ്ര നദിയുടെ തീരത്താണല്ലോ അല്ലെങ്കിൽ തടത്തിലാണല്ലോ ഈ വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്നത്. അപ്പോൾ ഈ തുംഗഭദ്ര നദിയിൽ വലിയ അണക്കെട്ട് നിർമ്മിച്ച അണക്കെട്ടിലെ വെള്ളം എന്ത് ചെയ്തു? ഈ ഹിരിയ എന്നുള്ള കനാൽ വഴി വിവിധ പ്രദേശങ്ങളിൽ അവർ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വിജയനഗരം കുന്നുകളാൽ ചുറ്റപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. കുന്നുകളാൽ ചുറ്റപ്പെട്ടിരുന്ന ഈ കുന്നുകളിൽ നിന്ന് നിരവധി അരുവികൾ ഈ തുംഗഭദ്ര നദിയിലേക്ക് ഒഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ തുംഗഭദ്ര നദിയിലേക്ക് ഒഴുകുന്ന അരുവികളിൽ ചിറ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് അവർ അത് ജലസേചനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണദേവരായരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഡോമിംഗോ പയസ് പറയുന്നുണ്ട്. കൃഷ്ണദേവരായരൊക്കെ വലിയ തടാകങ്ങൾ നിർമ്മിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ പ്രാധാന്യം ഈ ജലസമ്പത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യം അവരിതിന് കൊടുത്തിരുന്നു. കാരണം വിജയനഗര സാമ്രാജ്യം ഒരു വരണ്ട മേഖലയിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈനിക മേധാവികളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അമരനായകന്മാരെ കുറിച്ചും ചോദിക്കും. അതുപോലെ തന്നെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അതിന് നിങ്ങൾ ഉത്തരം എഴുതുക.